നോമ്പുകാല ധ്യാനം 18-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമായ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിത നിയോഗങ്ങളെയും കർമ്മപദ്ധതികളെയും ഒക്കെ ധ്യാനിക്കേണ്ടതുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായൊരു വലിയ മാളികമുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. നമ്മുടെ ജീവിത നിയോഗം ഒരു പ്രത്യേക കാലഘട്ടത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത്, പരിമിതികളിലാണ് നാം എല്ലാവരും ജനിക്കുന്നത്. പരിമിതികളാണ് വളർച്ചയെക്കുറിച്ചുള്ള ബോധം നമുക്ക് നൽകുന്നത്. വളർച്ച ഒറ്റയ്ക്കല്ല, ബന്ധങ്ങളിലൂടെയാണ്. വളരുന്നതിനോടൊപ്പം, നാം സ്വയം വളരുന്നതോടൊപ്പം ഒരുപാട് പേരെ വളർത്താനുമുണ്ട്. ജീവിതം ഒരു നെറ്റ്വർക്കാണ്. ഒരു പ്രത്യേക കാലയളവിൽ ഒരു വ്യക്തി ലോകത്തെ എങ്ങനെ സ്വാധീനിക്കണം എന്നതാണ് നമ്മുടെ ദൈവത്തിന് ജീവിതത്തെക്കുറിച്ചുള്ള നിയോഗം ലഭിക്കുക. ചിലർക്ക് ഒരു കുടുംബത്തെ സ്വാധീനിച്ചാൽ മതിയാവും, ചിലർക്കൊരു ഗ്രാമത്തെ, ചിലർക്ക് ലോകം മുഴുവനെയും. കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിന് മുറിയൊരുക്കാൻ നിയോഗം മർക്കോസിനായിരുന്നു. യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവസ്നേഹത്തെ പ്രതി തുറന്നിട്ട സജ്ജീകൃതമായ ഒരു ഹൃദയവിശാലത മർക്കോസിനുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും ദൗത്യങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട്. നാട്ടുരീതി അനുസരിച്ച് കുടത്തിൽ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്നത് സ്ത്രീകളായിരിക്കെ, യേശുവിൻ്റെ ആവശ്യപ്രകാരം വെള്ളം നിറച്ച കുടം തലയിലേന്തി നഗരവീതിയിൽ നാണം കെട്ട് ശിഷ്യരെ കാത്തുനിന്ന മർക്കോസ് ഒരു വശത്ത് 30 വെള്ളി നാണയത്തിന് ഗുരുവിനെ ഒറ്റുകൊടുക്കാൻ കരാറിൽ ഒപ്പുവെച്ച ശിഷ്യന് മറുവശത്ത്. ദൈവഭക്തൻ സമർപ്പണ വഴികളിൽ ദൈവസ്നേഹത്തെ പ്രതി ലോകത്തിനു മുൻപിൽ നാണം കെടാൻ തയ്യാറാവേണ്ടതുണ്ട്. കർത്താവിനെ പ്രതിയുള്ള നിൻ്റെ ലജ്ജ നാളെ നിൻ്റെ മഹത്വത്തിന് കാരണമാകും. യേശുവിന് വേണ്ടി മർക്കോസ് സജ്ജീകരിച്ച മാളികമുറിയിലാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിക്കപ്പെട്ടത്. ആദിമസഭയിൽ പെന്തക്കുസ്തായുടെ കാറ്റടിച്ചതും ഇതേ മാളികമുറിയിലാണ്. ക്രിസ്തുവിന് കൊടുത്തതൊന്നും പാഴായിപ്പോവില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിത നിയോഗങ്ങളെ തിരിച്ചറിയാൻ, പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ജീവിത നിയോഗത്തെ തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ആ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ആ നിയോഗത്തെ ആത്മാർത്ഥതയോടെ നിർവഹിക്കാനായിട്ട് ഈ നോമ്പുകാലത്ത് നാം കടപ്പെട്ടവരാണ്.